അധ്യക്ഷൻ, മറ്റ് സമരസമിതി നേതാക്കളെ, ഇന്നത്തെ ഈ രണ്ടാം ഘട്ട സമരത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച സമരഭടന്മാരെ, നിങ്ങൾക്കേവർക്കും നമസ്കാരം. നമ്മൾ ഗതി കെട്ടിട്ടാണ് രണ്ടാമത് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ പണിയില്ലാഞ്ഞിട്ടോ അവർക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല, ഞങ്ങളുടെ ഗതികേട് കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നു. ഈ അശുദ്ധ വായു ശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയുമെന്ന് അറിയില്ല. അതിനൊരു അറുതി വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഇന്നിവിടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഇതിനൊരു അവസാനം കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടരുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ജീവിക്കുവാൻ നിവൃത്തിയില്ല. ശാന്തസുന്ദരമായ ഒരു പുഴയുടെ തീരത്ത് ഉള്ളതും കൊണ്ട് ഓണം പോലെ, അതായത് കപ്പയും കാന്താരിയുമേ ഉള്ളൂ എങ്കിൽ പോലും അതും ഭക്ഷിച്ച് സമാധാനത്തോടെ വസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ കരിമ്പാലകുന്ന് എന്ന പ്രദേശം. ആരും ആരോടും പരിഭവമില്ലാതെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞിരുന്ന ഈ പ്രദേശത്തെ ഇത്തരണത്തിലാക്കി തീർത്തത് ഈ ഒരു കമ്പനി വന്നതിന് ശേഷമാണ്. ഞങ്ങളോട് സഹകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഒരു അന്ത്യം കണ്ടിട്ടേ ഇനി ഞങ്ങൾ പിന്മാറുകയുള്ളൂ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.